മസാലയുടെ ഇന്നത്തെ ഈ രസക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ കൂട്ടൊന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട രണ്ട് താരങ്ങളുണ്ട്. സുധി കൊല്ലം ആൻഡ് ഹരിശ്രീ മാർട്ടിൻ. മാർട്ടിൻ ചേട്ടൻ ആദ്യമായിട്ടാണ് കോമഡി മസാലയുടെ ഫ്ലോറിലേക്ക് എത്തിയത്. അതെ അതെ അതെ. അപ്പോ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്. പറയൂ. അതാ പറഞ്ഞു വരുന്നത്. എങ്ങാനും പെട്ടെന്ന് മാറ്റി പറയേണ്ട തോന്നുന്നു. ഞാനപ്പോ അങ്ങനെ ആലോചിച്ച് ഫ്ലോറിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നു. അത് തീർച്ചയായിട്ടും ഇപ്പൊ സാധിച്ചു, സംഭവിച്ചു. ഓക്കെ, സുധി ചേട്ടാ, ഇതൊക്കെ തന്നെ വിശേഷം. ഞാൻ ചോദിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരുപാട് പെർഫോമൻസുകളുമായിട്ട് നമ്മുടെ നല്ലൊരു എപ്പിസോഡ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സീറ്റിലേക്ക് ഇരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു രസികൻ സ്കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ടീമാണ് ടീം കോമഡി മേക്കേഴ്സ്. ആശാരെ സെറ്റപ്പ് കൊള്ളാട്ടോ. വാർക്കപ്പണിക്കാരനാന്ന് കണ്ടാ പറയത്തില്ല. പിന്നെ സെറ്റപ്പ് ഇത് അല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാ കേട്ടോ. എങ്ങനെയുണ്ട്? ഭയങ്കര ലുക്കാ. നമ്മളെ ഈ വാർക്കപ്പണി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ വെയിലും കൊള്ളണം, ചെയ്ത പണിയെടുത്ത് പൈസയും തരൂല്ല. അത് തന്നെ അല്ല, ഇപ്പൊ ബംഗാളികൾക്ക് ഭയങ്കര മാർക്കറ്റ് ആണല്ലോ. അതെ, നമ്മളെ ആർക്കും വേണ്ട. അവന്മാര് വന്നോഴി ഇപ്പൊ കേരളത്തിൽ പണിയിലാണ്ടായല്ലോ. വാർക്കപ്പണി ആകുമ്പോഴപ്പോ അവന്മാര് വന്ന അത് കൈയടക്കി. പിന്നെ മീൻകച്ചവടം ചെയ്ത് അവിടെയും ആൾക്കാർ വന്ന് കൈയടക്കി. പിന്നെ ആരും കൈയെടുക്കാത്ത ഒരു മേഖല ഞങ്ങൾ കണ്ടടിച്ച് മിമിക്രി. ഇപ്പൊ അവിടെയും വന്നിട്ടുണ്ട് ഹിന്ദിക്കാര്. ഇതാവുമ്പോ ആരും അങ്ങ് കൈയടക്കില്ലല്ലോ. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞത് എനിക്ക് വേറെ സംഭവം. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ സമയം സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണോ? സത്യം പറഞ്ഞ എടാ ഉള്ളതാ, സത്യമുള്ള കാര്യമായിട്ട് ഇത്. പിന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്, ജ്യോതിഷന്മാരുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ ഉടായിപ്പ് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവര് വേറെ. അതെ അതെ, അത് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ തന്നെ പൊളിയും തോന്നുന്നു. എന്താ ആശാൻ ഒരു കാര്യം ചെയ്യണം. എന്നാടാ? ഇല്ലത്തെ ഭാഷ സംസാരിക്കണം. ഇല്ലാത്ത ഭാഷ സംസാരിക്കാനോ? ഇല്ലത്തെ ഭാഷ സംസാരിക്കണം. ഇക്ക ചേർത്ത് പറയണോന്ന്. ഇനി ഇക്കാനങ്ങൾ വിളിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കണം. എന്റെ ഇക്ക എന്ന് പറയുന്നത് അതല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, വരിക, ഇരിക്ക, കിടക്ക, നിക്ക, അങ്ങനെ നമ്പൂരി ഭാഷ. അല്ലെ മൊത്തം പൊളിയും. ഇങ്ങനെ വരിക, അങ്ങോട്ട് നീങ്ങി നിൽക്ക, അവിടെ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതല്ലേ സംഭവം? അത് തന്നെ, അത് ഓക്കെ. അത് ഞാൻ കറക്റ്റ് ചെയ്തോളാണ്. അതൊന്നും വിഷയമൊന്നുമല്ല, കേസല്ല. നീ ആ ഇതൊക്കെ എടുത്തേ പലകെ. പിന്നെ ആ ബോർഡ് എഴുതുമ്പോ നാളെ വേറൊരു ബോർഡും കൂടെ എഴുതിയേക്കണേ. എന്നാ ചാനെ? മഷിനോട്ടം ചെയ്ത് കൊടുക്കപ്പെടും. എനിക്കറിയാൻ പാടില്ല, ഞാൻ നോക്കൂല. നീ ചെയ്യണ്ടെന്ന്. ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞില്ല, ഞാൻ ചെയ്തോളാ. ആര് ഇത് എവിടുന്ന് പഠിച്ചു ടെക്നിക്കൊക്കെ? ഇന്നലെ 150 രൂപയുടെ ഒരു പുസ്തകം മേടിച്ച് രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കൊളിച്ചെന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ. കാശുണ്ടാക്കാൻ തീരുമാനിച്ചേക്കാം. പിന്നെ അല്ലാതെ സത്യം പറഞ്ഞാൽ ആശാൻ, ശരിക്കും പറഞ്ഞാൽ ഈ മഷിനോട്ടം എന്ന് പറഞ്ഞ സംഭവം എന്നാ? മഷിനോട്ടം അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ വെറ്റിലെടുക്കുക, എന്നിട്ട് കുറച്ച് മഷി അതിനകത്ത് അങ്ങോട്ട് പെരട്ടുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാണല്ലോ കാണാൻ പറ്റും. സത്യം. ആശാൻ ഒരു 2 വെറ്റിലെടുത്ത് പെട്ടെന്ന് മഷി തേക്ക്. എന്തിനാടാ? ഞാൻ ബാഹുബലി 2 കണ്ടില്ല, അത് നമുക്ക് 2 കൂടെ കാണാലോ. അതുകൊണ്ടാ കുത്തി കൊല്ലു ഞാൻ. അങ്ങനെയുള്ള സംഭവം ഒന്നും കാണാൻ പറ്റൂല. അല്ല, കാണാന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ കിന്നാരത്ത് പോയി 3 തവണ കണ്ടേ. 3 വെറ്റില്ല അതിനകത്ത് തുടച്ചു കളഞ്ഞത് ഞാൻ. അയ്യോ, പിന്നെ ആൾക്കാർ കാണുമ്പോ ഒരു വിശ്വാസം. പലങ്ങ എടുക്കേ. ഈ കൊരണ്ടി അവിടെ കണ്ടേ? കൊരണ്ടി അല്ല, ഇത് പലകയാണത്. ഇതിനകത്ത് ഇതൊക്കെ കാണിച്ചാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അതൊക്കെ എടുത്ത് നോക്കി വെക്ക്. എടുത്തോ. ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. എന്നാ സംഭവം? ഇത് പൂ ബൂ കുബൂസോ? കുബൂസ് അല്ലത്. പിന്നെ പൂന്ന് പറഞ്ഞ കുജൻ, ബൂ ബുധൻ, ശുക്രൻ. എന്നാ ഷീ എടുത്ത് നടുക്കോട്ട് ഇടുവാണ്, കുശുബൂന്ന് വായിക്കുകയും ചെയ്യും. കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും. നീ ആള് കൊള്ളാലോടാ. മറ്റേ പെട്ടണ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത്. കുഴമ്പല്ലേ? പിന്നെ വെളുത്ത സാധനം ഇല്ല, ഇങ്ങനെ പെരട്ടില്ല ആൾക്കാർ. അവരിങ്ങനെ തടവൂലേ? പേരെന്താണ്? ഇങ്ങനെ കബഡിയാണോ? കബഡി ആണ്ട കിടക്കണം. എടുക്കാത്. അത് ഞാൻ ഇന്നലെ ആശാന്റെലേക്ക് തന്നല്ലേ. ഇതെല്ലാം ഇല്ലാത്ത സാധനമൊക്കെ എന്നോട് ഞാൻ കൈ തന്നല്ലേ ഇന്നലെ. എപ്പാ? ഇന്നലെ കിഴക്കല്ല സുധാറിന്റെ വീട്ടിൽ പ്രശ്നം വെക്കാൻ പോയി. അവിടെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അന്നേരം സാധനം എടുത്ത് കയ്യിലോട്ട് തന്നാണേ. നീ എന്റെ തന്നല്ലേ? തന്നെന്ന് ഓർത്ത് നോക്കാം എവിടെ കൊണ്ട് വെച്ചേക്കണേ. എന്റെ തന്ന് ഞാനത് ആ സഞ്ചിയിലൊക്കെ ഇടുന്ന ഓർമ്മയുണ്ട്. പിന്നെ പ്രശ്നം കൂടിയപ്പോഴത്തേക്ക് ഞാൻ ഉടനെ തന്നെ സൈക്കിളിൽ ഹാൻഡ്ബാറിൽ തൂക്കിട്ട് എഴുന്നേറ്റ് നിന്നാ ചവിട്ടിയതാ സൈക്കിള്. നീ അറിയില്ലായിരുന്നല്ലേ? എന്നെ കയറ്റിട്ട് പിന്നെ ഞാൻ നോക്കാൻ സമയം ഉണ്ടായില്ല. ഞാനവിടെ പോണ വഴിക്ക് ഒരു ബിവറേജിൽ പോയി ഒരു പൈന്റും മേടിച്ച് നേരെ സുധയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് സാധനം.
ആ വെറുതെ അല്ല, ആരുടെ വീട്ടില? സുധയുടെ വീട്ടിൽ. ആ എന്നാ സുധ ഇട്ട് ഉരുട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്യാനാ. എടാ ഇപ്പൊ അവര് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉരുട്ടി കാണിക്കണ്ടടാ. നീ പോയിട്ട് എടുത്തോണ്ട് വേണം. സൈക്കിൾ ഓടിപ്പുണ്ടോ? പരാജയം കേട്ടോ അത്. എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യ്, ഇന്നലെ ടച്ചിങ്സിന് മേടിച്ച കപ്പലണ്ടി ഉണ്ട്, തൊണ്ട് കളഞ്ഞ, ഞാൻ എടുത്തോണ്ട് വരട്ടെ. അത് മതി, അത് മതി. അതെങ്കിൽ അത് ആൾക്കാർക്ക് കാണുമ്പോ ഒരു വിശ്വാസം. പിന്നെ കാണുമ്പോ ഒരു വിശ്വാസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യണം. ഇവിടെ മസാലക്കടല മേടിക്കാത്ത ഭാഗ്യം. കറുത്തിരുന്നേ അല്ലേ? ആണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക കണ്ടു പഠിച്ചോളൂ കേട്ടോ. ഞാനില്ലെങ്കിൽ നീ ജീവിക്കണം. അതാണ് സംഭവം. ഇത് കൂന്, ഇത് കുജന്, ഇത് ബുധന്, ഇത് ശുക്രന്. അപ്പൊ എനിക്കില്ലേ എന്റെ ഒരു രണ്ടെണ്ണം എനിക്കല്ലേ? എനിക്കില്ലാ രണ്ടെണ്ണം. എടാ ഇത് കുജനും ബുധനും ശുക്രനും കൊടുക്കാനുള്ളതാ. എന്നെ പണിയാ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു പരിചയമില്ലാത്ത കുജനും ശുക്രനും ഒക്കെ രണ്ട് കഷ്ടം കൊടുത്തു. വർഷങ്ങളായിട്ട് കൂടെ നടക്കണം, എനിക്ക് 2 വർഷം തരാനില്ല. എന്നെ പണിയോടിക്കലാണ്, എനിക്ക് 2 വർഷം. പരാതി പറയണ്ട. ആ എന്നാ കൂടെ വന്നേ നിന്നോ. അപ്പൊ എനിക്ക് തിന്നോ. സൂപ്പർ ആണല്ലോ. അപ്പണേ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് രണ്ടുപേര് വരുന്നുണ്ട്. മന്ത്രം ചോദിച്ചാൽ പ്രജുല 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 ഇരുന്ന് കൊള്ളുക. അല്ല നിന്നാ ശീലം കൊണ്ടോ? എന്താ അല്ല ഇരുന്ന് മുള്ളാൻ പറഞ്ഞു. മുള്ളാനല്ല പറഞ്ഞേ, ഇരുന്നോളാന്നാ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞു? ഇരുന്നോളുക. അല്ല തിരുമേനി ആകെപ്പാടെ ഈ പ്രശ്നമാണ്. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം പറയാനാ മെയിനായിട്ട് വന്നേ. ഇതാരേത്? ഇത് ഭാര്യ. ശരിക്കും ഭാര്യ തന്നെയാണല്ലോ അല്ലേ? ആ ശരിക്കും ഭാര്യ. അതിനെ അങ്ങനെ ചോദിച്ചേ? അല്ല പെട്ടെന്ന് ഒരു റെയ്ഡ് കിടന്നാൽ ഞങ്ങളും കൂടെ കുടുങ്ങുകയോ ചോദിച്ചതാ. അല്ല ശരിക്കും ഭാര്യ തന്നെ ആണോ? ആ ഇത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ രാത്രി ഇവിടെ കിടന്നു എല്ലാരും ഉറങ്ങി കഴിയുമ്പോൾ 10-12 മണി രാത്രി രാത്രിയാകുമ്പോ അതല്ല പറഞ്ഞത്. രാത്രി 10-12 മണി ആയി കഴിയുമ്പോഴേ ഇവിടെ കിടന്നു ചറവറ വർത്താനോ. ആണോ? അതാദ്യം നമുക്ക് നോക്കണം. അത് നോക്കേണ്ട കാര്യമില്ല. ആ ഭാര്യ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? ആ ഉണ്ട്. ആ മൊബൈൽ അങ്ങ് മേടിച്ച് തല്ലിപ്പൊടിച്ച് കളഞ്ഞാൽ മതി, എല്ലാ പ്രശ്നവും മാറും. അങ്ങനെ തീരുമാനിക്കറിയാം. അല്ല എന്റെ ഭാര്യക്കും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. നോമ അപ്പൊ തന്നെ ആ മൊബൈൽ അങ്ങനെ മേടിച്ചിട്ട് ഹോമകൂട്ടത്തിലിട്ട് അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു. എല്ലാ പ്രശ്നവും മാറി. ഇപ്പൊ പുള്ളിയുടെ അനിയനെ കെട്ടി കോളേജിൽ താമസിക്കുക. അനിയനുണ്ടോ? അനിയനില്ല. അപ്പൊ ഭാഗ്യം രക്ഷപ്പെട്ടു. അത് തന്നല്ല ഇവക്ക് ആകെപ്പാടെ പ്രശ്നം ഒന്ന് നോക്കണം. നോക്കാലോ? വേറെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം. വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നോക്കണം. അതല്ലേ വേണ്ടുള്ളൂ. നോക്കാലോ? ശിഷ്യ ശിഷ്യ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. എന്നാ തിരുമേനി നിന്നെ ഉറുമ്പരിക്കാത്തത് ഭാഗ്യം കേട്ടോ. ആ പെണ്ണുമ്പിളുടെ വായിട്ട് നോക്കിയിട്ട് നിന്റെ കിറിയെന്ന് തേനൊലിക്കുന്നു. കുറച്ച് കളാം. അതിനാ തിരുമേനി പറഞ്ഞേ? ഇല്ല അതെ മന്ത്രം പറഞ്ഞു കൊടുത്തതാ. അല്ല ഇവിടെ ശരിക്കൊന്ന് നോക്കണം. നോക്കാം. നോം തന്നെ അങ്ങോട്ട് നോക്കിയേക്കാം. നോക്കണം. കൊള്ളാലോ? തിരുമേനി നോക്കിയോ? എങ്ങനെയുണ്ട്? കിടലും തിരക്കാട്ടോ. അല്ല വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. പ്രശ്നങ്ങൾ നോക്കണം. പ്രശ്നങ്ങൾ നോക്കണം അല്ലേ? സ്വാമി, ഇദ്ദേഹത്തിന് കൃഷിപ്പണിയാണ്. കൃഷി ചെയ്ത് മൊത്തത്തില് കടമാണ്. ആഹാ, കൃഷി ചെയ്ത് ഒരുപാട് കടകൾ തുടങ്ങേണ്ട കാര്യമില്ല, ഒരു കട തുടങ്ങിയാൽ മതി. അപ്പൊ കൃഷി നടത്താം, ഒരു കടയുടെ ബിസിനസ്സും ആവുമല്ലോ. അയ്യോ സ്വാമി, കട അല്ല കടമാണ്. കടമാണോ? കടമാന്ന് അറിയത്തില്ലാത്ത പോലെ. അപ്പൊ എത്ര രൂപ കടമുണ്ട്? 50,000 രൂപ വരെ കടം. 50,000 രൂപ കടം. 50,000 അല്ല, ഒത്തിരി കടമുണ്ട്. സുരേഷിന് കൊടുക്കാനുള്ള 50,000 രൂപ അത് ആദ്യം നമുക്ക് സുരേഷിനെ പൂട്ടണം. സുരേഷാണ് ഇപ്പൊ പ്രശ്നം. അതാണ് പ്രശ്നം. അത് നമുക്ക് നോക്കാലോ. കാണുന്നുണ്ട്. സുരേഷിനെ കാണുന്നുണ്ട്. അവനോടൊപ്പം എനിക്കോ? അല്ല എനിക്കേ കാണാൻ പറ്റുള്ളൂ. ഉള്ളല്ലേ? അതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറഞ്ഞാലേ 4 പൂജ ചെയ്യണം. ഒരു കാര്യം വീട്ടിൽ 2 ഉണ്ട്, ചാക്കിനകത്തിട്ടോണ്ട് വരാം. ബാക്കി 2 എവിടെ കൊണ്ടുവരും? എന്നാ പൂച്ച വേണമെന്നല്ലേ പറഞ്ഞേ? ഇത് പൂച്ചയല്ല, തിരുമേനി പറഞ്ഞത് 4 പൂജ വേണ്ടി വരും എന്നാണ്. അത് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഒരു പൂജക്ക് 25,000 രൂപ വരും. ചെയ്യാം, കുഴപ്പമില്ല. എത്ര പൂജ ചെയ്യണം സ്വാമി? 4 പൂജ. ഒരു പൂജക്ക് 25,000 രൂപ. 4 പൂജയായപ്പോ 1,00,000 രൂപയായില്ലേ? 1,00,000 രൂപയായിരുന്നു മനുഷ്യ. 1,00,000 രൂപ കൊടുത്താൽ 50,000 രൂപയുടെ കടവ് കൊടുത്തു. 1,00,000 രൂപയ്ക്ക് കടം മാറ്റി വെച്ചിട്ടേ നമുക്ക് 50,000 രൂപ കൈ ഇരിക്കത്തില്ലയോ മനുഷ്യ? അത് ശരിയാ. അപ്പൊ പൂജ വേണ്ട. ഈ പെണ്ണുമ്പിള്ളക്ക് വിവരം ഉണ്ട് കേട്ടോ. അപ്പൊ അല്ല പൂജ വേണ്ട. ഒരു കാര്യം ചെയ്യ്, വേറൊരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കേ. എനിക്ക് ഈ രാത്രി ഭയങ്കര പേടിയാ. അപ്പം പേടി മാറാനുള്ള ഒരു തകിടൂടെ വേണം. പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. മരണം? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അമ്പടാ, ആരാ അത്? നിങ്ങളുടെ അമ്മായിയപ്പൻ. അതെനിക്കറിയാം. പക്ഷെ എന്നെ പോലീസ് പിടിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലേ, സ്ത്രീധനം കുറച്ച് തരാനുണ്ടേ. അപ്പൊ നിങ്ങൾ കരുത്തി കുട്ടി ഇറങ്ങിയേക്കുവാ. അപ്പൊ പേടി മാറാൻ എനിക്ക് ഭയങ്കര പേടിയാ രാത്രി. ഓക്കെ, അപ്പൊ പേടി മാറാനുള്ള ഒരു തകിടൂടെ ജപിച്ചു തരണം. ഈ പൂതനോട് കൂടെ ജീവിച്ചിട്ടും ഇതുവരെ പേടി മാറിയിട്ടില്ലേ? മേടിച്ചു കെട്ടിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ
ആവശ്യമില്ലാത്തത് എന്നെ കൊണ്ടുവരല്ലെന്ന്. ഒന്നാമത് എനിക്ക് വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞോണ്ടോ മനുഷ്യ നിങ്ങൾ? അല്ല പിന്നെ ഞാൻ പോയിട്ട് വരാം. മറ്റേ കൃഷിയുടെ 30,000 രൂപയുടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? വരുവാ. അപ്പൊ ഞാൻ പോയിട്ട് ഇനി വരാം. പോയിട്ട് വരുമ്പോഴേ ഇതിനെ കൊണ്ടുവരണ്ട, ഒറ്റക്ക് വന്നാ മതി. വരും കേട്ടോ? മറ്റേ എടുത്തു വെച്ചേക്കണം. എടുത്തു വെച്ചേക്കാം. വരുവാ. ല, സ്വഭാവ പെണ്ണുമ്പിളക്ക് ല, എന്നാ പെണ്ണുമ്പിളി അത്? വായിട്ട് നോക്കിയിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഒന്ന് തരണമെന്ന്. ചോര വന്നെന്നാ വന്നേ. ചോര വന്നത് നല്ലതാ. ചോര കണ്ട് തുടങ്ങുന്നത് നല്ലാന്ന് പറയണേ. അല്ല പിന്നെ പുള്ളി എന്നാണ്ട് ഏലസിന്റെ കാര്യം തന്നെ പറഞ്ഞു. അതെന്താ? എടാ ഈ മനുഷ്യരെ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൃഷി അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഒരു ഏലസ് വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോ തന്നെ നമ്മുടെ നല്ല മറ്റേ ജോത്സ്യൻ ഉണ്ടല്ലോ, പേരുകേട്ട ജോത്സ്യൻ, ജോത്സ്യനെ കൊണ്ട് ഒരു ഏലസ് അങ്ങ് റെഡിയാക്കി വെച്ചു. അതെന്നാ പരിപാടി? 10 രൂപ കിട്ടുമ്പോ വെല്ലോണം കൊണ്ടാ കൊടുത്തത്. അത് ആശാൻ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഇതാ പറഞ്ഞ നിനക്ക് ഈ ബിസിനസ് ട്രാക്ക് ഇല്ലെന്നത്. ട്രാക്കോ? ബിസിനസ് ലാക്ക്. എന്തത്? എടാ ബിസിനസ് അതായത് നമ്മളിപ്പോ ഈ ജോത്സ്യനെ കൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ, ഏലസിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. നമ്മളൊരു നല്ല ജോത്സ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇത് ഈ മനുഷ്യന് കൊണ്ടേ കൊടുത്ത് ഇയാൾ അവിടെ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ ഇയാൾ 10 പേരോട് പറഞ്ഞു കൊടുക്കും ഇന്നാളെ പോയി കണ്ടാൽ മതി കേട്ടോ, നല്ല നല്ല കൈപ്പുണ്യാന്ന് അതൊക്കെ പറയും. സംഭവം ശരിയാ. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് വരൂലേ? അപ്പൊ പക്ഷെ പൈസ ഇപ്പൊ മറ്റേ സ്വാമി കൊടുക്കണ്ടേ? വേണ്ട, എന്നാ അയാൾ 10,000 രൂപയാണ് ഏലസിന് പറഞ്ഞത്. ഞാൻ ഈ മണ്ടനോട് 35,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ ഓരോരോ വിശ്വാസങ്ങളെ അല്ലേ? അതൊക്കെ പറഞ്ഞിട്ട് ഹലോ സന്യാസിസ്, ഹൗ ആർ യു? ഫൈൻ? യു നോ മീ? അണ്ടർസ്റ്റാൻഡ്? വെറുതെ ഇംഗ്ലീഷ് ഇട്ട് അലക്കണമെന്നില്ല, സ്വാമിക്ക് ഒരു പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നാ മനസ്സിലായില്ല? എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ. അമ്പട കള്ള സണ്ണിക്കുട്ട. അല്ല 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 സണ്ണിയല്ലേ? സണ്ണിയല്ലെന്ന് എന്നാ മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ല? അമ്മേ മനസ്സിലായില്ല? ആർക്കൊന്നും മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായില്ല? ആരാന്ന് പറയുന്നേ? മനസ്സിലായില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്ന് പറ. അല്ലല്ലോ എന്നോട് തന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഞാൻ ആരെന്ന് ഞാൻ എങ്ങനെ മറന്നു പോകുന്നു, പെട്ടെന്ന് മറന്നു പോകും. അവൻ സ്ഥലം വന്ന മാറിപ്പോയതാണ്. എന്താണാവോ? ഞാൻ ഭയങ്കര സംവിധായകനാ. എന്തിന്റെ? സിനിമയുടെ ആണോ? സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്തു. എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? അടുത്തും കൂടെ ചെയ്യാനുള്ളതും കൂട്ടി പറയുവാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ എങ്ങനെ? ആദ്യത്തെ സിനിമ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ രണ്ടഭിപ്രായം വന്നു. രണ്ടഭിപ്രായം. അഭിപ്രായം വന്നു. എന്താ അഭിപ്രായം? ഒന്നാമത്തെ അഭിപ്രായം മോശമാണ്, ഒരഭിപ്രായം. രണ്ടാമത്തത് മോശമല്ലേ, അങ്ങനെ ഒരു അഭിപ്രായം. നല്ലതാ. അതുകൊണ്ട് പടം അങ്ങ് ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? ഈ ആ പടത്തിന് ടൈറ്റിലിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ടേ, ജനങ്ങൾ തിയേറ്ററിൽ കാണാൻ വരുന്നില്ല. അയ്യോ അതെന്താ പേര്? പേരിട്ടെന്താ? പേര് ഇന്ന് പ്രദർശനം ഇല്ല. ഇന്ന് പ്രദർശനം ഇല്ല, പടത്തിന് പേരിട്ട്. ജനങ്ങൾ കാണാൻ വേണ്ടി വന്നപ്പോ തിരിച്ചുപോയി. നന്നായി. അത് കുഴപ്പമില്ല. ഇനി ഞാൻ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ പോലെ. ഏതാ? വാവുലിക്ക് ശേഷം പുതിയതായിട്ട് ചെയ്യാൻ പോകും. ഏത് വാവുലി. ഏത്? വാവുലി മറ്റേ പിതൃക്കൾക്കൊക്കെ മറ്റേത് കൊടുക്കണം. അതല്ലെന്ന്. വാവുലി കണ്ടില്ലേ? ഏത് വാവൂലി? നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ? വാവുലി മനസ്സിലല്ലേ? ഒരു രാജാവൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പുറകെ കൂടെ ഒരു മൊട്ടത്തലൻ ഒരു കുട്ടപ്പം വന്നിട്ട് ഒരൊറ്റ അച്ഛനെ സിനിമേനെ ഇതേതാ ബാഹുബലിയാണോ ഉദ്ദേശിക്കുന്നത്? വാവുലി അത് കുട്ടപ്പനല്ല, കട്ടപ്പ. ഏത് പിള്ളേർക്ക് വരെ അറിയാലോ അത്. കട്ടപ്പായാലും കുട്ടപ്പായാലും കുത്തിക്കൊന്ന് ചത്തുപോയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഞാൻ അടുത്ത പടം ചെയ്തേ ഒരു ബ്രഹ്മാണ്ഡമായ ചിത്രമാണ് ചെയ്യാൻ പോകുന്നത്. ആണല്ലേ? ഭയങ്കരമായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കോ. ഇതിന്റെ കഥ എങ്ങനെ? ആരാ? MT വാസുദേവൻ നായരും? അല്ലല്ല, MT ശൂന്യമാണോ? ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഞാൻ വന്നേ വന്നതിന്റെ ഉദ്ദേശം പറയൂ. ആദ്യത്തെ പടം അങ്ങനെ പോയല്ലോ. ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന പടം ഓടണം. ഓടും ഒന്ന് ഓടിച്ചാലോ നമുക്ക്? ഓടിക്കും. ഓടിക്കാം തിരുമേനി. ഓടും കുഴപ്പമില്ല. തിരുമേനി നോക്കി കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. ശരിക്കും നോക്കിയത്. ഓടൂലോ. അപ്പൊ അതിന് വേണ്ട ഒരു 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. 1.5 ലക്ഷം രൂപ ഒരു കുഴപ്പമില്ല. എത്ര രൂപ വേണമെങ്കിലും നമ്മൾ ഇറക്കും. നമുക്ക് ഓടിയാ മതി. പടം അപ്പൊ ഒരു 50,000 രൂപ അഡ്വാൻസ് വെച്ചിട്ട് പൊക്കോളൂ. അത്ര 50,000 രൂപ അഡ്വാൻസ് വെച്ചിട്ടേ പൊക്കോളൂ. 50,000 രൂപ സിമ്പിള്. കെടുക്കളായിട്ട് തന്നപ്പോ ഇതിന് ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടി, അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. കാർഡാണെങ്കിലും വലിച്ചാലെടുക്കും, കാശില്ലെങ്കിൽ ഇല്ല. അല്ലാത്ത പരിപാടി ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു 25,000 മതി തന്നേക്കാം. പെട്ടെന്നായിക്കോട്ടെ. തന്നേക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഓടി മതി. ഓടൂലോ? ഓടിക്കും. ഓടണം. ഓടിക്കോ. ഓടും. ഓടിക്കൂടെ? ഓടാലോ? അല്ല നിങ്ങൾ ഓടുവോ?
ഓടും ഓടുന്നേ? എന്നാ ആ. ഓക്കെ അല്ല ഓടും പിന്നെ കാലം ചങ്ങല വല്ലതും ഉണ്ടോ നോക്കണം കേട്ടോ ഓട് തട്ടി വീഴുക ഓടും ഓടുന്നില്ല. ആ, ഓടും, 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 ഓടും. നീ ഓടും ഓടും ഈ പ്രാന്തൻ അല്ല ഓടും അങ്ങനെ ഓടാല്ലേ ഓടും താൻ ബോർഡ് വല്ലതും മാറ്റി എഴുതിയിട്ടുണ്ടോ ഭ്രാന്താശുപത്രി എനിക്കറിയാൻ പാടില്ല കണ്ട ബാധയല്ല ഇതിനകത്തോട്ട് കയറി വരുവാണല്ലോ എന്റെ അയ്യടാ. ദൈവമേ. ഓ ശാശാനെ പച്ചപ്പുള്ളി കഴിഞ്ഞ് തിരിച്ചു വരണം സീരിയസ് ആയിട്ട് മറ്റേ ആ കൃഷിയുടെ ഞാൻ പറഞ്ഞില്ല തകിട് മാരിയുണ്ടോ ഭാര്യയല്ല അവളെ ഉറക്കി കിടത്തിട്ടാ വന്നേ നന്നായി ആ, പിന്നെ ആ കൃഷിയുടെ 30,000 രൂപയുടെ ഒരു തകിട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാം റെഡിയാക്കി വെച്ചോട്ടുണ്ട് ആ ഇതാ കൊണ്ടുപോട്ടെ അങ്ങനെ അങ്ങോട്ട് തരാൻ പറ്റില്ല അതിനാ അതിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പൂജ ചെയ്യണോ ഇനി? ആ, ആ ആ എന്നാലേ അതിനൊരു ശക്തി ഉണ്ടാവുള്ളൂ ആ ആ, അല്ല, പക്ഷേ ഈ തകിട് കിട്ടണം തകിട് തരാം തകിട് എല്ലാം തന്നിട്ട് ഞാൻ ഇവിടെ വിടുള്ളൂ ഞാൻ പൂജക്കുള്ള കാര്യങ്ങൾ ഒരുക്കട്ടെ എന്നെങ്കിൽ പൂച്ചക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശരിയാക്കുക ആ, ആ, കേട്ടോ നമുക്ക് കൃഷി അപ്പൊ ready എന്താ ആക്കണം. നമുക്ക് ചെയ്യേണ്ട എന്താണ് സംഭവം നമുക്ക് ഈ കൃഷി നമുക്ക് അഭിവൃദ്ധി വേണം അതിനകത്തുനിന്ന് നമുക്ക് വിളവെടുത്തിട്ട് നമുക്ക് ഗൾഫിലേക്ക് അയച്ചിട്ട് ഇഷ്ടം പോലെ പണം വേണം ആണല്ലേ അതിനാണ് 30,000 രൂപയുടെ തകിട് ഞാൻ പറഞ്ഞു തകിട് റെഡിയാക്കണത് അപ്പൊ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം തൊഴുത് ഇതൊക്കെ മറിച്ചിട്ടുണ്ടോ ഇല്ല മറിച്ചിട്ടില്ല വിത്ത് വിതച്ചിട്ടുണ്ടോ ഇല്ല അതുമില്ലേ അല്ല മന്ത്രത്തിൽ കൂടെ ഇതെല്ലാം വളരണം എനിക്ക് ഒഴിച്ച് വിട്ടിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം തകിടും മേലാണ് സാധനം വളരേണ്ടത് ആ വളരണം തകിട് അല്ലേ നീ തകിട് വേണം തകിട് കിട്ടണം കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ എത്ര ഉണ്ട് കുട്ടികൾ 2 പേര് അതും തകിടിലാണോ അല്ല ഇത് മന്ത്രത്തിൽ എനിക്ക് ആ അതാ പണിയെടുക്കാൻ വയ്യ അല്ലേ ആ അതെ അത് ശരിയാക്കാട്ടോ ആ ശരിയാക്കണം നമുക്ക് പൂജയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡിയായി ഇങ്ങോട്ട് ഇരുന്നോളൂ. ഇവിടെ ഇരിക്കണം അല്ലേ അവിടെ ഇരിക്കാം ചമ്രം പഠിച്ചിരുന്നോളൂ ശമ്പളം പറഞ്ഞിരിക്കുക കേട്ടോ ആ ആ ഇവനെ രാശി അങ്ങോട്ട് നോക്കാം കാശ് നോക്കാം ആദ്യം തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കണം കർമ്മങ്ങളൊക്കെ നടത്താളോണേ നോക്കിക്കോളൂ നോക്കിക്കോളൂ കണ്ടോ ഏ 12 കറക്കം കറങ്ങി തെക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കണ കണ്ടോ ആണോ ആണോ ആ ഭയങ്കര രാശിയാട്ടോ ഇപ്പം കണ്ടോണേ ആ. 32 കണക്കാൻ കറങ്ങി കിഴക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കും ഇത് എന്നാ പണിയാ കാണിക്കേ ഇത് മത്സരമല്ലയോ മത്സരോ എടോ രാശി നോക്കിയതാണെന്ന് എന്റെ രാശി നോക്കിയതാ അങ്ങനായിരുന്നോ ഈ തേങ്ങ എടുത്ത് മാറ്റിക്കോ അല്ലെങ്കിൽ അല്ല തലക്കെട്ട് തകിട് നീ കാണണം തകിട് കാണിച്ചു തരാം 30,000 രൂപ മുടക്കുന്ന എനിക്ക് തകിട് കാണിച്ചിട്ട് ബാക്കി പരിപാടി മതി അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുത്തണമെന്ന് അന്തരീക്ഷത്തിൽ വരുത്തോ കണ്ണടച്ച് പിടിക്കുക ആണോ അയ്യോ കണ്ണടച്ച് കൈ കൂപ്പി ആ പ്രാർത്ഥിക്കുക ഓ അന്തരീക്ഷത്തിൽ നിന്ന് വരും തകിട് വരും അന്തരീക്ഷത്തിൽ നിന്ന് വരും ആ ഓക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വരട്ടെ ആ. തകിട് വന്നിട്ട് പറഞ്ഞോ, വേണം. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു. അന്തരീക്ഷത്തിൽ നിന്ന് വരണം എന്ന് പ്രാർത്ഥിച്ചോ ഒന്ന് പറഞ്ഞു കേട്ടോ ഓ, വരട്ടെ. നല്ല പറഞ്ഞോ ഒന്ന് ഓർന്നു നോക്കുക കണ്ടോ കണ്ടു പിന്നെന്താ ഒരു നാണം ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ നാണിക്കായിരിക്കും ആ പുള്ളിയുടെ തുണി നേരായിട്ടിരിക്കാൻ പറ എടോ തകടേ നോക്കാൻ ഇവിടെ ഇവിടെ ഇതാ അവിടെ ആയിരുന്നു ആ. എടുത്തോട്ടെ എടുക്കല്, എടുക്കല്. ഇത് അങ്ങനെ എടുക്കാൻ പാടില്ല പാടില്ലല്ലേ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ആ, ആ, കേട്ടോ ആ. അപ്പൊ പൂജ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടേ ആ ഞാൻ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞുതരാം താങ്കൾ അത് ഏറ്റു ചൊല്ലുക ചൊല്ല കേട്ടോ ഓം 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 ശുക്ലാംബരധരം ശുക്ലാംബരതം വിഷ്ണു വിഷ്ണു ശശിവർണം പുള്ളി പനിയാ വരത്തില്ല ആര് ശശിയുടെ കാര്യം പറഞ്ഞില്ലേ പനിയായിട്ട് കിടക്കുവാ വരത്തില്ല ശശിവർണം ശശി വരത്തില്ലെന്ന് അവിടെ അഡ്മിറ്റ് ആന്ന് വരത്തില്ല എടോ തിരുമേനി മന്ത്രം ചൊല്ലിയത് അത് മാത്രം ശ്രദ്ധിക്കുക വേറെ കാര്യങ്ങളൊന്നൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാ മന്ത്രം ചൊല്ലിയതാ ചൊല്ലുമായിരുന്നോ? ആ ആ, ആ, ആ. അതങ്ങ് ഏറ്റു ചൊല്ലിയാ മതി അത് എല്ലാം പറയുന്ന ചൊല്ലണം ആ. ആ ഓക്കെ തുടങ്ങാം ചതുർഭുജം ചതുർഭുജം പ്രസന്നവദനെ പ്രസന്നവദനെ പഴമെടുക്കരുത് പഴമെടുക്കരുത് തന്നോടല്ല തന്നോടല്ല ഇവിടെ പറഞ്ഞതാ ഇവിടെ പറഞ്ഞതാ പുല്ല് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോകും എന്റെ പാട്ടിൽ ഞാൻ മന്ത്രത്തിനിടയ്ക്ക് പുല്ലെന്നൊക്കെ പറയുന്നു ഇത് പഴമെടുക്കാൻ നോക്കുന്നു ആര് രാവിലെ തൊട്ടിരിക്കണം വിശന്നിട്ടാ ഒരു പഴം ഛോ, ഞാൻ തെക്ക് വടക്ക് വെച്ച സാധനമല്ലേ ഇത്? അത് പഴം എടുത്തല്ലെന്ന് ഒരു കാര്യം ചെയ്തോണ്ടോ കിഴക്ക് പടിഞ്ഞാറ് അടിക്കുന്നത് ഈ സാധനം ദോഷം കിട്ടും ഇങ്ങോട്ട് തിരിച്ചു വെക്കും അത് വെച്ചാ ഇത് വല്ലതും നടക്കുമോ എന്റെ തകിട് കിട്ടുമോ ഇപ്പൊ ധൈര്യമായിട്ടിരിക്കുക ആ. ഇനി ഞാൻ പറയണ അങ്ങോട്ട് ഏറ്റുമല്ലുക ഇനി ഏറ്റുമല്ലോ ആ ഓം ഓം ഭരതം 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 പ്രജല 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 വെള്ളം 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 എഴുത് കഴിഞ്ഞു കഴിഞ്ഞു പൂജ കഴിഞ്ഞു കണ്ണു തുറന്നോളൂ കഴിഞ്ഞോ അപ്പൊ എടുത്തോട്ടെ കംപ്ലീറ്റ് അങ്ങനെ എടുക്കാൻ പാടില്ല ഏ? ഇതിനി ഞാൻ അങ്ങ് എടുത്ത് കയ്യിലേക്ക് തരും ആ
കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ മിണ്ടാതെ ഉരിയാടാതെ നിങ്ങളെ പറമ്പിൽ കൊണ്ടേ കുഴിച്ചു മുടണം. കുഴിച്ചിടണം. എന്നാലേ നമുക്ക് ഈ കൃഷികളൊക്കെ ഉണ്ടാവുള്ളേ. അപ്പൊ ഇത് എടുത്തിട്ട് ഉരിയാടിയാ കുഴപ്പമുണ്ടോ? മിണ്ടിയാ കുഴപ്പമുണ്ടോ? മിണ്ടിയ പ്രാന്ത് വന്ന് നാശമായി പോകട്ടോ. എന്റെ ദൈവമേ, ഞാൻ എടുക്കത്തില്ല, എനിക്ക് വയ്യ. എനിക്ക് പേടിയാ, എനിക്ക് വയ്യ. എന്റെ പറമ്പിൽ താനല്ലേ കൊണ്ടേ കുടിച്ചിട്ടുണ്ടേ. അല്ല എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്യ്, തിരുമേനി തന്നെ അത് എടുത്തോണ്ട് അതിനാ ഞാനില്ല. അതിനാ എക്സ്ട്രാ പൈസ തരാമെന്നെ. എന്ത് തരാന്ന് പറഞ്ഞാലും ഞാനിത് തൊടൂല. ഒരു വിവരമില്ലല്ലേ? ഇങ്ങനെ എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞല്ലേ സാധനം എടുക്കങ്ങോട്ട്. എട ചെറുക്കാൻ ഞാൻ ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് മറ്റേ പുള്ളി ചെയ്തത് പറഞ്ഞ പോലെ വലിച്ചിരിക്കും. 10 രൂപ കിട്ടുന്ന സമയമാണ്. ചുമ്മാ അതൊന്നും പറഞ്ഞ് കളയില്ല. പൈസ തരാമെന്ന്. ഏതായാലും അങ്ങോട്ട് എടുത്തോളൂ. എടുത്തേക്കാം. പൈസ പൈസക്ക് ആവശ്യമുള്ളല്ലേ. അപ്പൊ 35,000 രൂപ ഇതിന്റെ തകടിന്റെ തരാം. 15 രൂപ ഇത് എടുക്കുന്നതിന് തരണം കേട്ടോ. അപ്പൊ ഞാനിത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ 50,000 രൂപ എന്റെ ശിഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തേക്കണം. കൊടുക്കും, അന്നേരം തന്നെ കൊടുക്കും. അന്നേരം റെഡി ക്യാഷ് കൊടുത്തേക്കണം. കൊടുക്കാവുന്ന പിന്നെ തരാന്നൊന്നും പറയരുത്. ഇല്ലെന്ന്. പിന്നെ തുടങ്ങാം. എടുത്തു കഴിഞ്ഞാൽ അവനെ പൈസ കൊടുക്കണം. നമുക്ക് ആ ഭക്തിയോടുകൂടി തന്നെ എടുത്തേക്കാം. അയ്യ, എന്നാ പറ്റി? ചൊറിയുന്നോ? 5 മുട്ട മേടിച്ചോണ്ട് വരണം. അത് പറയണ്ടല്ലോ അല്ലേ? എന്തോ ഈ പുള്ളി പറയുന്നേ? ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അവിടെ വെള്ളമൊക്കെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോകും. എന്തുവാ ഇമാർക്ക് എന്നാടാ പ്രാന്ത്? എന്തുവാ പറയുന്നേ? എടാ പൊട്ടാ, ഞാനല്ലേ എതിർത്തിരിക്കുന്നത്. ഞാൻ സംസാരിച്ചാലും കുഴപ്പമുള്ളൂ, നിനക്ക് സംസാരിച്ചാൽ കുഴപ്പമില്ല. ചോദിക്കണം അങ്ങോട്ട്. അത് ശരിയുള്ളൂ. ആശ സംസാരിച്ചു. ഇതാ പറയണത്, കൊടുത്താ കൊല്ലത്തും കിട്ടും. എങ്ങനെ? അങ്ങനെ വീണ്ടും നമ്മളൊരു തകർപ്പൻ സ്കിറ്റ് കണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് ചിരിച്ചു. ജോത്സ്യന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കള്ള ജോത്സ്യന്മാരെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷെ എന്നാൽ ഇവിടുത്തെ ജോത്സ്യൻ അടിപൊളിയായി. ജോത്സ്യനെ കാണാൻ വന്ന ആള് അതിലും അടിപൊളിയായി. ജോത്സ്യന്റെ ശിഷ്യൻ പൊളിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചേട്ടന്മാരോട് ചോദിക്കാം, എന്തൊക്കെയാണ് ചേട്ടന്മാർക്ക് അവിടെ ഇരുന്നപ്പോ കിട്ടിയ ഒരു ഫീൽ എന്നുള്ളത്. സൂചേട്ടാ. എന്റെ മനു, ലൂയിസേ, വിനോദേ, ഷിയാവേ, പള്ളുരുത്തിക്കാരാ, പൊളിച്ച് അടിപൊളിയായിരുന്നു. ഭയങ്കര ടൈമിങ്, ബോറടിക്കാതെ ഓരോ അടിപൊളിയായിരുന്നു. സൂപ്പർ. മാറ്റി ചേട്ടാ. ഞാൻ സത്യം വളരെ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി. കാരണം ഷിഹാബിൻ്റെ വേറൊരു തലത്തിലെ ഒരു കളിയാണ് ഞാൻ ഇവിടെ കണ്ടത്. ബാക്കി എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തൊക്കെ ഇതുപോലെയുള്ള ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. നല്ല ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാർക്കപ്പണിക്ക് പോയ സാക്ഷിയാണ്. നല്ല അന്തസ്സായിട്ട് പണിയെടുക്കാൻ മടിയായിട്ടാണ് അത്. നല്ല പൈസ കിട്ടണ പാർക്കപ്പണിക്കൊക്കെ. അപ്പം അതില്ലാണ്ട് വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഐഡിയ, അതിന് പറ്റിയ ശിക്ഷയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്തൊക്കെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ മുമ്പ് കുറച്ച് ആളുകൾ ഇരിക്കുമായിരുന്നു. അപ്പം അതിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ ഇവര് ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ടാവും ഈ ആളുകളെ. എന്നിട്ട് പറയും, ചേട്ടാ ദുബായിക്ക് പോകും ധൈര്യമായിട്ട്. കൈ പിടിച്ച് മേടിച്ചിട്ട് പറയണം. കാരണം പുള്ളി കണ്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ എന്തായാലും പാസ്പോർട്ട് എടുക്കാൻ പോകണം, അപ്പോൾ എന്തായാലും പോകുമെന്ന് അറിയാൻ ചെയ്യാം. അപ്പോൾ അറിയാണ്ട് പിന്നെ ഇരുന്ന് പോകും. പിന്നെ അതുപോലെ തന്നെ തത്തമ്മ പാടില്ല, അതിന് ഒരു പഴം കൂടി തിന്നാനുള്ള ശേഷി ഉണ്ടാവില്ല ചില തത്തമ്മക്കൊക്കെ. അത് ഒരു ചീട്ടൊക്കെ എടുത്ത് തലയും കുത്തി വീണിട്ടാണ് പിന്നെ അതെടുത്തു. അങ്ങനെ കുറേ, കാരണം എല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ്. പക്ഷേ ഇത് ഭയങ്കര ഫ്രോഡായിരുന്നു ശരിക്കും. പക്ഷേ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചതിൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് വിത്ത് ഓഡിയൻസും. നന്നായിരുന്നു. സൂപ്പർ. ഇതുപോലെയുള്ള കള്ള ജോത്സ്യന്മാരാണ് നല്ല ജോത്സ്യന്മാരുടെ കൂടെ വില കളയുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓഡിയൻസിന്റെ അഭിപ്രായം ചോദിക്കാം. എന്താണ് ഓഡിയൻസ്, നിങ്ങൾ ഇഷ്ടായോ? സ്കിറ്റ് ഇഷ്ടായോ? നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഇതുപോലെ ജോത്സ്യന്മാരെ കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. വെരി ഗുഡ്. പോയാണെങ്കിൽ ഇവിടെ പൊക്കോ. നല്ല ജോത്സ്യത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട്. ഉണ്ടല്ലേ? പറയൂ ചേട്ടാ. കൊള്ളാം, നല്ല സ്കിറ്റായിരുന്നു. ഒരുപാട് ചിരിച്ചു. കൊള്ളാം, അടിപൊളി സ്കിറ്റ്. അതെ, ഇതുപോലെയുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജോത്സ്യനുണ്ട്, പുള്ളിയാണ് ആ ഭാഗത്തേക്ക് ഏറ്റവും വലിയ പേടിക്കാരൻ. ഇത് പറഞ്ഞ നാട്ടിൽ പോകാനുള്ളതാ, കുഴപ്പമില്ല. പുള്ളി മരിച്ചുപോയി. അപ്പൊ കുഴപ്പമില്ല പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു റേഷൻ കടയിലേക്ക് നടന്ന കഥയാ. അപ്പൊ റേഷൻ കടയിലേക്ക് പോകാൻ ഇടവഴി കൂടെ പോകുന്നത്. ഒരാൾക്ക് കൃത്യമായിട്ട് നടന്നു പോകാനുള്ള ഒരു വഴിയേ ഉള്ളൂ. പുള്ളി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ചിന്തിച്ചു, ഒരാന ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്നാ ചെയ്യും?
പുള്ളി മനസ്സിലിങ്ങനെ ചിന്തിക്കുക. ചിന്തിച്ച് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു തിരിഞ്ഞൊരൊറ്റ ഓട്ടം വരും. അപ്പോൾ പുറകിൽ നിന്ന് കൂടെ വന്നാൽ എന്നെ ചെയ്യും. എൻ്റെ അമ്മച്ചേന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. അപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് വരും. ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് അലച്ചു തല്ലി വീട്ടിൽ പറഞ്ഞു ഒരു പ്രേതം എൻ്റെ പുറകെ പൂന്ന് പറഞ്ഞ് കൂയിക്കോട്ട് വരുന്നുണ്ടായിരുന്നു പറഞ്ഞു. അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഇറങ്ങി ചെന്ന് പറഞ്ഞു ഓടുമ്പോഴാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഓടിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവം എന്താ മണ്ണെണ്ണയ്ക്ക് പുള്ളി ഒരു കുപ്പിയും കൊണ്ടാണ് പോയത്. ഈ ഓടുന്ന കൂട്ടത്തിൽ ഈ കുപ്പിക്കകത്ത് കാറ്റ് കയറി പുള്ളി അത് കേൾക്കുന്നതനുസരിച്ച് പുള്ളി സ്പീഡ് കൂട്ടും, അതിനനുസരിച്ച് കൂവലും കൂടും. അങ്ങനെ സംഭവം നടന്ന. അപ്പോൾ നമുക്ക് എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഓഡിയൻസ് ഓഡിയൻസ് ഇവർക്ക് നൽകിയിരിക്കുന്നത് 4 സ്റ്റാർസ് ആണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ, ഒപ്പം പറക്കാട് ജുവൽസ് തരുന്ന 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. സോ ഈ സമ്മാനങ്ങൾ ഇവർക്ക് നൽകാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഹരിശ്രീ മാർട്ടിൻ, ഒപ്പം സുധി കൊല്ലം. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് സ്പെഷ്യൽ പെർഫോമൻസുമായി അല്ലെങ്കിൽ ഒരു 1 man ഷോയുമായി ഒരു കുട്ടി താരമാണ്. 3 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കി, മിമിക്രിയിൽ എ ഗ്രേഡ് സ്വന്തമാക്കി. അതുപോലെ 5 വർഷം തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയൊക്കെ നേടിയ ഭരത് എസ് ചന്ദ്രബാബു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി ചെയ്യാൻ? സ്പെഷ്യൽ ഐറ്റംസ്. നമുക്കും അതാണ് വേണ്ടത്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഓക്കെ, റെഡി അല്ലേ? നമ്മുടെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനിൽ വരുന്ന വ്യത്യാസമാണ് ഞങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ സംഗീതത്തിലുമുണ്ട് വ്യത്യാസം. നമ്മുടെ പഴയകാല സംഗീതവും ഇപ്പോഴത്തെ സംഗീതവും, നമ്മുടെ മുമ്പ് കാലത്തെ ഒരു സംഗീതം. എന്നാൽ ഇപ്പോൾ ഇത് ഡിജെയുടെ രൂപത്തിൽ മാറി. നമ്മുടെ ജീവികളിലുണ്ട് ഈ വ്യത്യാസം. നമ്മുടെ പൂവൻകോഴിയും സാധാരണ പിടക്കോഴി. നമ്മുടെ പൂവൻകോഴി അതുപോലെ നമ്മുടെ പിടക്കോഴി. അതുപോലെ തന്നെ നമ്മുടെ പണിയായുധങ്ങളിൽ മാറ്റമുണ്ടായി. പഴയ കാലത്തും ഇപ്പോഴത്തെ കാലത്തും. മുമ്പ് കാലത്ത് തടിയിൽ ദ്വാരമിടന്ന് വെച്ചിരുന്ന തമിരും വില്ല് ഇപ്പോഴത്തെ ഡ്രില്ലിംഗ് മെഷീനായി മാറി. അതുപോലെ തന്നെ ആക്സോ ബ്ലേഡ്. ഓക്കെ. മുമ്പ് കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു കുതിരപ്പുറത്തുള്ള സവാരി. അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നു. ശരി. ഇപ്പോഴത്തെ വിവിധ മോഡൽ റേസിംഗ് ബൈക്കുകളായി മാറി. കാലം എത്ര മാറിയാലും മാറാത്ത ചിലതുണ്ട്. അതിലൊന്നാണ് കടൽ തിരമാല. അടിപൊളി അല്ലേ? അസാധ്യമായി. സോ ഭരത് എന്തായാലും തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഭരതനെ നമുക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കോമഡി മസാലയുടെ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വരിക. എന്നാ പരിപാടിയാണോ കാണിക്കണേ? ആ കൊച്ചു പെമ്പിള്ളാരും ചേച്ചിമാരൊക്കെ ഇരിക്കുന്ന അടുത്ത് കിസ്സെന്നോ? സോറി. ഓ, അടുത്തത്
ബുഷ് മാറി ഒബാമ മാറി ഇപ്പൊ ട്രംപാണ്. ശ്രദ്ധിക്കണം. ട്രംപ്. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല നമ്മൾ കരാട്ടക്കാരെ ഒരു സദസ്സിലേക്ക് വരുമ്പം അവരെ വിഷയത്തില്ലേ ഓ ഊസ് ഓ അപ്പൊ ചേട്ടൻ കരാട്ടേക്കാരനാണല്ലേ? അത് കൊള്ളാം. ഞാൻ ഒരു കരാട്ടക്കാരനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ല അതിനെന്താണ്, ഞാൻ കരാട്ടക്കാരനാണ്. അതിനെന്താ കുഴപ്പം? എന്താ ചേട്ടാ ഇങ്ങോട്ട് ഒന്നും ഇല്ല ചേട്ടാ. ചേട്ടൻ കരാട്ടക്കാരനല്ലേ? അല്ല കയ്യൊക്കെ തരത്തോണ്ട് വരുന്ന എന്താ? അല്ല ഞാനിതിന്റെ കയ്യൊന്ന് നേരെ ഇട്ടതാ. ചേട്ടൻ എവിടെ നിന്നോളൂ. പേടി ഒട്ടും ഇല്ലല്ലേ? ചേട്ടാ ഈ കരാട്ടെ എന്റെ പൊന്നോ, ചില്ലറക്കാരനല്ലട്ടാ. ആഹാ, ഈ കരാട്ടക്കാരാവാനുള്ള കാര്യം എന്താണ്? 26 വർഷം ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. 26 വർഷം ഞാൻ പൊറോട്ട കഴിക്കുകയായിരുന്നു. അപ്പൊ ഈ പൊറോട്ടയും അല്ലേ കരാട്ടയായിട്ട് എന്താ ബന്ധം? പൊറോട്ടയും കരാട്ടയായിട്ട് ബന്ധം നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഇല്ല. ഈ പൊറോട്ട മൈദയോട് മല്ലടിക്കുന്നു, കരോട്ട മനുഷ്യനോട് മല്ലടിക്കുന്നു. രണ്ടും ആയോധന കലയാണ്. ഓ അങ്ങനെ. അല്ല ഈ കരാട്ട മാത്രമേ ഉള്ളോ? വേറെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ കയ്യില്? ഞാൻ കരാട്ടെ മാത്രമല്ല, നിങ്ങൾക്കറിയാമോ ഞാനൊരു സ്റ്റണ്ട് മാസ്റ്ററാണ്. സ്റ്റണ്ട് മാസ്റ്റർ ആണോ? ഞാൻ സ്റ്റണ്ട് മാഷാണ്. ഏത് പടം? പുലിമുരുകൻ. അത് പീറ്റർ ഹെയ്നല്ലേ ചെയ്ത? ഞങ്ങൾക്കൊക്കെ അറിയില്ലേ? പറ്റിക്കാൻ നോക്കുന്നു, ആളെ പറ്റിക്കുന്ന. ഞാനിതൊന്ന് ഫുള്ള് പറഞ്ഞോട്ടെ. പുലിമുരുകനിൽ ഞാനാണെന്ന് പറഞ്ഞോ? ഇല്ല. പീറ്റർ ഹെയ്നാണ്. എങ്ങനെയാണ് പീറ്റർ ഹെയ്നിന്റെ കയ്യിലേക്ക് ഇത് പറ്റിയത്? എങ്ങനെ? ആദ്യം ഞാനാണ് ഇത് ചെയ്തേണ്ടത്. അറിയാമോ? അതൊരു കഥയാണ്. ഞാനൊരു ദിവസം പുലിമുരുകന്റെ ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോ ലാലിരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു. പിന്നെ ലാൽ സാറിനെ വൈശാഖ് സാറിനെയാണോ പറയണേ? അതെ അതെ, നിങ്ങൾക്ക് നിങ്ങൾ സാറിനെ വിളിക്കുന്നെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ ഇടാപോടാ ബന്ധമാണ്. ഒരുപാട് സിനിമയിൽ ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. പിന്നെ എൻ്റെ അത്രയും പ്രായമില്ലല്ലോ, പിള്ളേരല്ലേ അവരൊക്കെ. അപ്പൊ ലാലിരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു. എന്നെ കണ്ടതും ചാടി എണീറ്റു. പുലി. പുലി. ഓ ചാടി എണീറ്റ് ബഹുമാനം കൊണ്ടല്ല, എന്റെ ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഓവറായിട്ട് മാംസമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ബഹുമാനമല്ല, ആക്രാന്തം. അപ്പൊ ആരോ എന്തോ പറഞ്ഞു. അപ്പൊ അവൻ അവിടെ കിടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബഹുമാനമല്ല, ഇറച്ചി അടിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഞാൻ 1-2 അഭ്യാസം അവിടെ കിടന്ന് കാണിച്ചു. ലാലിന്റെയും പിന്നെ വൈശാഖിന്റെയും മുന്നിൽ. അത് നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനം പേര് വിളിക്കത്തുള്ളൂ. അങ്ങനെ 1-2 നമ്പേഴ്സ് ഞാൻ അവിടുത്തെ കാണിച്ചപ്പോ ഇവർക്ക് 2 പേർക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മതി, നിങ്ങളാണ് ഈ പുലിമുരുകന്റെ സ്റ്റണ്ട് മാഷ്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. ഇനിയും സിനിമയിൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു തളിർ വെറ്റിലയിൽ ഒരു പഴുക്കടക്ക വെച്ചിട്ട് 101 രൂപ അപ്പൊ തന്നെ അഡ്വാൻസ് തന്നു. ടോമിച്ച മുളക് പാടായിരിക്കും തന്നത്. എന്തോ 2-3 മുളക് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. അപ്പൊ ഞാനത് സന്തോഷത്തോടെ അവരുടെ അത് സ്വീകരിച്ചു. 101 രൂപ കണ്ട് പോയി. അപ്പം 18-ാം തീയതിയാണ് ഞാൻ ചെല്ലുന്നത്. 19-ാം തീയതി രാവിലെ ഷൂട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നു. ഞാൻ അവിടെ പോയി ഒരു സാധനം എടുത്തു. 101 രൂപയ്ക്ക് ഒരു സാധനം എടുത്തു. കുറഞ്ഞതാ, കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങ് സഹിച്ചു. ഒരു ചെറിയ സാധനം എടുത്ത് ഞാൻ അടിച്ച് കിടന്നുറങ്ങി. രാത്രി ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ. ഞാൻ ഫോൺ എടുത്താറുണ്ട് ഈ പാതിരാത്രിക്ക്. ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ആരാണ്? പീറ്റർ ഹെയ്ൻ എന്നെ വിളിക്കുകയാണ്. 18-ാം തീയതി രാത്രി 12:30 എന്നെ വിളിക്കുന്നത് എന്തിനായിരിക്കും? എന്നെ വിളിച്ചിട്ട് പറയാ, അളിയാ ചതിക്കല്ലേ അളിയാ, എന്റെ വർക്ക് വെട്ടല്ലേ, ഞാൻ അന്യ നാട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, പ്ലീസ് എന്നെ വിദ്രവിക്കരുത്, എങ്ങനെയും അളിയനെ ഇതിനകത്തുനിന്ന് ഒഴിവാകണം. ഞാൻ പറഞ്ഞു, പീറ്റർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവരെനിക്ക് 101 രൂപ അഡ്വാൻസ് തന്നല്ലോ. അപ്പം എൻ്റെ അളിയ പൊന്നെ ചതിക്കല്ലേ, പ്ലീസ് ഒരു കാര്യം ചെയ്യൂ, ഞാൻ 500 രൂപ വേണേ തരാം. ഞാൻ പറഞ്ഞു പൈസയൊന്നും എനിക്ക് പൈസയ്ക്ക് വേണ്ടി അല്ലല്ലോ, നമ്മൾ വർക്ക് എന്ന് പറയുന്ന ആത്മാർത്ഥമായിരിക്കും. അപ്പൊ പറഞ്ഞു, അളിയ എൻ്റെ പൊന്നളിയ, അളിയ ഒരു കാര്യം ചെയ്യും, അളിയനൊരു ഫുള്ള് തരാം. ഞാൻ ഒരു സംശയം, ഈ കരാട്ടെ പഠിച്ചതുപോലെ നുണ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ട്? ഉള്ളത് പറയുമ്പോ ഈ കള്ളന്മാർക്ക് തുള്ളൽ കയറും, അത് സ്വാഭാവികമായിട്ടുള്ളതാ.
എനിക്ക് ആകപ്പാട് ഞാനിപ്പോ വന്നത് ഒരു വിഷമം പറയാൻ വേണ്ടിയാണ്. എന്താ ചേട്ടാ? എനിക്ക് കുട്ടികളില്ല. ദൈവം അത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്താ പ്രശ്നം എന്നുള്ളത് ഭാര്യയും കൂടെ വിളിച്ചോണ്ട് പോയാൽ രണ്ടുപേരിൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളത് അറിയാലോ. അയ്യേ, ആ കുട്ടികളല്ല. എനിക്ക് കരോട്ടെ പഠിപ്പിക്കാൻ സ്റ്റുഡൻസ് ഇല്ലെന്ന്. സ്റ്റുഡൻസ് ഇല്ല. അതിനെന്താ പിള്ളേരുണ്ടല്ലോ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ഇവരെ പഠിപ്പിച്ചാലോ നമുക്ക്? പിള്ളേരെ പഠിപ്പിച്ചോ. അവര് റെഡിയാണോ? പിന്നെ അവര് റെഡി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എനിക്ക് ഒരു 10 കുട്ടികളെ ഒന്ന് അറേഞ്ച് ചെയ്ത് തീർച്ചയായിട്ടും മക്കളെ നല്ല ചുള്ളം പിള്ളേർ ആരാണ് മാഷ് വിളിക്കുന്നത്? അത്യാവശ്യം കരാട്ടയും കാര്യങ്ങളൊക്കെ പഠിക്കാം. വരുന്നവർ ഓരോ വടിയായിട്ട് വരണം, ഓരോ വടിയായിട്ട് വരണം. വരും. 1-2 ചെറിയ നമ്പറുകൾ ഞാൻ കാണിച്ചു തരാം. വടിയെന്നാണ് പറഞ്ഞത്, വേഗം വാ. വടിയെന്നാണ് പറഞ്ഞത്, 10 പറഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങളെന്നെ ശക്തമായിട്ട് അടിക്കണം. ഞാൻ ഒഴിഞ്ഞു മാറുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ റെഡി 1 2 3 എന്ന് പറയുമ്പോ തല്ലിയേക്കണം. ഓക്കെ, ഒന്നും നോക്കണ്ട, എനിക്ക് വേദനിക്കില്ലേ. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറിക്കോളൂ. ഓക്കെ, റെഡി 1 2 3. അയ്യോ ഒന്നുമല്ല, നിന്റെയൊക്കെ തന്തയുടെ പ്രായമില്ല. നിങ്ങളൊന്നും ഓർത്ത് ഒരു ബഹുമാനം വേണ്ടേ? തലമുതിർന്ന ആൾക്കാരോട് ഒരു ബഹുമാനം വേണ്ടേ? മക്കളെ ഇത്തിരി കൂടി പോയിട്ടാ, ഒരു അടിയും പാഴയില്ല, എല്ലാം കൊണ്ടില്ലേ. നിങ്ങളും വളരും, വലുതാകും. അന്നേരം എവിടുന്നേലും ഒക്കെ ഇതുപോലെ കിട്ടും. അന്നേരം നിങ്ങൾ പഠിച്ചോളൂ. അല്ല, മാഷ ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ അവരടിച്ചത്? അതെ. അല്ല, എന്നിട്ട് ഒഴിഞ്ഞു മാറാൻ എന്താ പഠിപ്പിക്കാത്തെ? അല്ല, ഞാൻ പോവാ. അല്ല മാഷ, അങ്ങനെ പോവാതെ ഒഴിഞ്ഞു മാറാൻ അതെന്നാ പരിപാടിയാ? പിള്ളേരെ ഒഴിഞ്ഞു മാറാൻ പഠിപ്പിച്ചിട്ട് പോകും. എന്താ കുഴപ്പം? എന്താ വഴക്കിട്ട് പോലെ പക്ഷേ പഠിപ്പിക്ക്. പഠിപ്പിക്ക്. എന്തോ ഞാൻ എന്തോ പഠിപ്പിക്കാനാ? അല്ല, ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കുന്നില്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പുതുമയുമായി, കൂടുതൽ ചിരിയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ഫ്രം us.